നമസ്കാരം. ഇന്ന് അക്ഷയ തൃതീയയാണ്. ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രമേൽ ഗുണകരമായ ഫലങ്ങൾ നൽകും എന്നാണ് പറയുക. അക്ഷയ തൃതീയയ്ക്ക് അത്രമേൽ പ്രാധാന്യവുമുണ്ട്. എന്നാൽ അക്ഷയ തൃതീയയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ നിങ്ങൾ വീടുകളിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും നൽകും. സ്വർണം വാങ്ങുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം വീടുകളിൽ നിങ്ങൾ ചെയ്യണം. അതിൽ പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമാകാവുന്ന ആ കാര്യങ്ങൾ ഇപ്രകാരമാണ്. ഇത് തീർച്ചയായും വീടുകളിൽ പ്രവർത്തിക്കുക. ഏപ്രിൽ 19 ഞായറാഴ്ചയായ ഇന്നേ ദിവസം സവിശേഷമായ ദിവസമാണ്. കാർത്തിക നക്ഷത്രവും തൃതീയ തിഥിയും ഒരുമിച്ച് വരുന്ന ദിവസം. അക്ഷയ തൃതീയയും ബലരാമ ജയന്തിയും ഒരേപോലെ ആഘോഷിക്കപ്പെടുന്ന ദിവസമാണ്. ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന് അതിരാവിലെ ഉണരണം എന്ന കാര്യമാണ്. ഇന്ന് ഞായറാഴ്ച കൂടി ആയതിനാൽ സാക്ഷാൽ സൂര്യഭഗവാന് വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. ഇന്നേ ദിവസം സൂര്യമന്ത്രങ്ങൾ ജപിക്കുന്നത് പോലും വളരെ വിശേഷാൽ ഫലം നിങ്ങൾക്ക് നൽകും. ഇന്നേ ദിവസം സൂര്യഭഗവാന് ജലസമർപ്പണം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ്. ഞായറാഴ്ച ആയതിനാൽ തന്നെ പുലർച്ചെ കുളിച്ച് സൂര്യഭഗവാന് ജലം അർപ്പിക്കുന്നത് സർവൈശ്വര്യപ്രദമായ കാര്യമാണ്. ആയുരാരോഗ്യത്തിന് അത് ഉത്തമമാണ് എന്നാണ് പറയുക. സർവ ഐശ്വര്യം തന്നെയാണ് നൽകുവാൻ സാധിക്കുക. എന്നാൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഇപ്രകാരം സൂര്യഭഗവാന് ജലസമർപ്പണം നടത്തുവാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അറിയാൻ വൈകി എങ്കിൽ അടുത്ത ഞായറാഴ്ചകളിലും തുടർന്നുള്ള ഞായറാഴ്ചകളിലും അതിരാവിലെ ഇപ്രകാരം ജലസമർപ്പണം നടത്തുന്നത് വളരെ വിശേഷം തന്നെയാണ്. അതിനാൽ തീർച്ചയായും ഈ കാര്യം ശ്രദ്ധിക്കണം. പുലർച്ചെ കുളിച്ച് സൂര്യഭഗവാന് ജലം അർപ്പിക്കുക. ആയുരാരോഗ്യം വർദ്ധിക്കും. കൂടാതെ വൈകുന്നേരം സമയം ആൽവിളക്ക് അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് ഭവനങ്ങളിൽ ആലില ദീപം തെളിയിക്കുന്നത് ഇന്നേ ദിവസം കുടുംബ ഐക്യത്തിനും സർവ ഐശ്വര്യങ്ങൾക്കും വഴിയൊരുക്കുന്നു എന്നതും വിശേഷമാണ്. അതിനാൽ ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾക്ക് ആലില ദീപം വീടുകളിൽ തെളിയിക്കാവുന്നതാണ്. മന്ത്രജപങ്ങൾക്കും ഇന്നേ ദിവസം വളരെ പ്രാധാന്യമുണ്ട്. അതിനാൽ ഇന്നേ ദിവസം ജപിക്കേണ്ട മന്ത്രങ്ങളെക്കുറിച്ചും പിന്നീട് പരാമർശിക്കാം. ഇന്നേ ദിവസം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന വിശേഷാൽ പൂജകളിൽ ഒന്ന് ശിവക്ഷേത്ര ദർശനം നടത്തി ശിവക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഞായറാഴ്ചയായ ഇന്നേ ദിവസം തെളിയിക്കുന്നത് തടസ്സങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ ആ തടസ്സങ്ങൾ അകന്ന് വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സഹായകരമാണ്. വിജയപദത്തിലേക്ക് നിങ്ങൾ എത്താം. ഇന്നേ ദിവസം നാഗപൂജ ചെയ്യുന്നത് വളരെ വിശേഷമാണ്. നാഗദൈവങ്ങൾക്ക് ഇന്നേ ദിവസം പ്രത്യേകിച്ചും അല്ലെങ്കിൽ നാഗങ്ങളുടെ സന്നിധിയിൽ എത്തിയതിന് ശേഷം നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ധനാഭിവൃദ്ധിക്ക് സഹായകരമായി തീരും എന്നാണ് പറയുക. ധനപരമായ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. ഈ സമയം സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിക്കുന്നതും വിശേഷാൽ ഫലം നൽകും. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഇന്നേ ദിവസം കുമാരസൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണകരമായി തീരും. കുട്ടികളുടെ സ്വഭാവ ഗുണത്തിലും ബുദ്ധിശക്തിക്കും ഇത് ഉത്തമമായി തീരുകയും ചെയ്യാം. ഐശ്വര്യപൂർണമായ ഒരു ദിവസമായി തന്നെ ഇതിലൂടെ നിങ്ങൾക്ക് മാറ്റുവാൻ സാധിക്കും. കാരണം അത്രമേൽ വിശേഷപ്പെട്ടതായ വഴിപാടുകളാണ് ഇവയെല്ലാം. ഇന്നേ ദിവസം ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നു എന്നത് പോലും മഹാഭാഗ്യമായി പരാമർശിക്കാം. ഇനി ഇന്നേ ദിവസം പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ്. അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ
തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തണം. അതിരാവിലെ ദർശനം നടത്തുന്നത് കൂടുതൽ ഗുണകരമായി തീരുകയും ചെയ്യാം. ഇന്നേ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ടതായ വഴിപാടുകൾ സമർപ്പിക്കുവാൻ വിശേഷപ്പെട്ട ദിവസമാണ്. ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ ചെയ്യുന്നത് സർവ്വ ഐശ്വര്യങ്ങൾ തന്നെയാണ് നൽകുക. അക്ഷയ തൃതീയയാണ് എന്നത് ഇന്നേ ദിവസം ഈ വഴിപാടുകൾക്ക് ഇരട്ടി ഫലം നൽകും. ഇന്നേ ദിവസം നെയ്വിളക്ക് നിങ്ങൾ തെളിയിക്കുകയാണ് എങ്കിൽ സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യങ്ങൾക്കുമുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാം. ഇന്നേ ദിവസം അതിനാൽ തീർച്ചയായും നെയ്വിളക്ക് വഴിപാട് നടത്തുവാൻ ശ്രമിക്കണം. അജ്ഞാനം അകറ്റി അറിവ് ലഭിക്കുവാൻ ഉത്തമമായ ഒരു ദിവസമായി തന്നെ പരാമർശിക്കാം. അതിനാൽ നെയ്വിളക്ക് തീർച്ചയായും നിങ്ങൾ തെളിയിക്കണം. കൂടാതെ ഇന്നേ ദിവസം പാൽപായസം ഭഗവാന് നടത്തുവാൻ സാധിക്കുന്നതും വളരെ വിശേഷമാണ്. ഭഗവാന് പ്രിയപ്പെട്ടതായ നിവേദ്യം നിങ്ങൾക്ക് സമർപ്പിക്കാം. ഇന്നേ ദിവസം വിളക്ക് തെളിയിച്ച് ഇപ്രകാരം പാൽപായസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വിശേഷമാണ്. പകൽ സാധിച്ചില്ല എങ്കിൽ സന്ധ്യാസമയത്താണ് എങ്കിലും ഇപ്രകാരം ഭഗവാന് പാൽപായസം നിവേദ്യമായി സമർപ്പിക്കാം. തുളസിമാല ഇന്നേ ദിവസം നിങ്ങൾ ഭക്തിയോടെ സമർപ്പിക്കുന്നത് കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെയാണ് കൊണ്ടുവരിക. ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുടുംബത്തിലാണ് എങ്കിലും ഇപ്രകാരം മാല ചാർത്തി പ്രാർത്ഥിക്കാം. ഇനി അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഒരു തുളസിയിലെങ്കിലും ഭഗവാന്റെ കാൽപാദങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. ഇന്നേ ദിവസം അക്ഷയ തൃതീയ ആയതിനാൽ തന്നെ ഇന്നേ ദിവസം നിങ്ങൾക്ക് സ്വർണം വാങ്ങുവാൻ സാധിക്കുന്നു എങ്കിൽ അതൊരു ശുഭകാര്യം തന്നെയാണ്. സ്വർണം വാങ്ങേണ്ടവർക്ക് അത് വാങ്ങാം. അതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റ് കാര്യങ്ങൾ ശുഭവസ്തുക്കൾ ഇന്നേ ദിവസം വാങ്ങുന്നതും ഗുണകരം തന്നെയാണ്. ഇന്നേ ദിവസം സ്വർണത്തിന് മാത്രമല്ല പ്രാധാന്യം നൽകേണ്ടത്. ഇന്നേ ദിവസം ദാനം നടത്തുന്നത് വളരെ വിശേഷമാണ്. അത് അന്നദാനം നടത്തുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യപ്രദമാണ്. കൂടാതെ ഇന്നേ ദിവസം വസ്ത്രങ്ങൾ ദാനം ചെയ്യുവാൻ സാധിക്കുന്നു എങ്കിൽ അതും വിശേഷാൽ ഫലം നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് അന്നദാനം അല്ലെങ്കിൽ വസ്ത്രദാനം പോലുള്ള കാര്യങ്ങൾ നടത്താവുന്നതാണ്. ഇന്നേ ദിവസം ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ, ഈ ദാനപ്രവൃത്തി ചെയ്യുന്നതിലൂടെ ഫലം ഇരട്ടിക്കുന്നതിന് കാരണമായി തീരും. മറ്റു ദിവസങ്ങളേക്കാൾ കൂടുതൽ ഫലങ്ങൾ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇന്നേ ദിവസം അതിനാൽ സ്വർണം വാങ്ങുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഇപ്രകാരം ദാനം നിങ്ങൾക്ക് ചെയ്യാം. കൂടാതെ മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതും കാക്കയ്ക്കോ പൂച്ചയ്ക്കോ, അതല്ല നായയ്ക്കാണ് എങ്കിലും മറ്റ് ജീവികൾക്കാണ് എങ്കിലും ഇന്നേ ദിവസം ആഹാരം നൽകുന്നതും വളരെ വിശേഷം തന്നെയാണ്. ജലവും ആഹാരവും നൽകുന്നതും നിങ്ങൾക്ക് ഐശ്വര്യവർദ്ധനവ് കൊണ്ടുവരും. സൽക്കർമ്മങ്ങൾ തന്നെ ഇന്നേ ദിവസം ചെയ്യണം. കൂടാതെ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അത്തരം സാഹചര്യമുണ്ട് എങ്കിൽ തീർച്ചയായും അവർക്ക് സഹായങ്ങൾ ചെയ്യുന്നതും പഠനോപകരണങ്ങൾ നൽകുന്നതും വളരെ വിശേഷാൽ ഫലം നൽകും. ആ കാര്യത്തിന് ഇന്നേ ദിവസം കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുമാണ്. ഇന്നേ ദിവസം അത്തരം കാര്യങ്ങൾ ചെയ്യാം. കൂടാതെ കുട്ടികൾക്ക് ചെറുപയർ ഇന്നേ ദിവസം ദാനമായി നൽകുന്നത് വളരെ വിശേഷമാണ്. വളരെയധികം അനുകൂല ഫലങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. കൂടാതെ പശുക്കൾക്ക് ഇന്നേ ദിവസം ആഹാരം നൽകുന്നതും ഇരട്ടി ഫലമാണ് നിങ്ങൾക്ക് നൽകുക. കുട്ടികൾക്ക് ഇപ്രകാരം സഹായങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അതിൻ്റെ ഗുണഫലം പ്രധാനമായും ലഭിക്കുക നിങ്ങളുടെ കുട്ടികൾക്ക് തന്നെയാണ്. അവർ പഠനത്തിൽ മുന്നേറുവാനും അത്തരത്തിൽ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുവാനും ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഇപ്രകാരം ദാനങ്ങൾ നടത്തുന്നത് വളരെ വിശേഷം തന്നെയാകുന്നു. അതിനാൽ ഈ കാര്യങ്ങൾക്കും ഇന്നേ ദിവസം പ്രാധാന്യം ചെയ്യണം. സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഇരട്ടി ഫലമാണ് ലഭിക്കുക എന്നുകൂടി ഓർക്കണം.